ഇനി ഇന്ത്യയുടെ അടുത്ത സീരീസ് ബംഗ്ലാദേശുമായിട്ടുള്ള T20 ആണ്. ഇപ്പോഴിതാ കോച്ച് ഗൗതം ഗംഭീർ ബംഗ്ലാദേശ് T20ക്കുള്ള ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആരൊക്കെ ടീമിൽ ഇടം പിടിച്ചു, ആരൊക്കെ ഒഴിവായി, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യയുടെ T20 ടീമിൽ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഗൗതം ഗംഭീർ ഇഷാൻ കിഷനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഇഷാനെ മാത്രമല്ല സഞ്ജുവിനെയും ബംഗ്ലാദേശ് T20യിൽ കളിപ്പിക്കുമെന്നാണ് ഗംഭീർ പറയുന്നത്. ഋഷഭ് പന്തിന്റെ സ്ഥാനമാണ് തെറിച്ചിരിക്കുന്നത്. ഋഷഭ് പന്തും രാഹുലും ഇനി T20 ക്രിക്കറ്റിൽ ഉണ്ടായിരിക്കില്ല. T20യിലും ഏകദിനത്തിലും സെപ്പറേറ്റ് കീപ്പർമാരെ ഇറക്കാനാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി. അതുമാത്രമല്ല അഭിഷേക് ശർമ്മയെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ശ്രീലങ്കൻ T20യിൽ താരത്തെ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സിംബാബ്വെ പരമ്പരയിൽ അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചു, എന്നിട്ടും താരത്തെ ഒഴിവാക്കി. അതുകൊണ്ട് ഇപ്പോൾ അഭിഷേകിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. T20 ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. T20യിലും ഏകദിനത്തിലും സെപ്പറേറ്റ് ടീമിനെ അണിനിരത്താനാണ് ഗംഭീറിന്റെ പ്ലാൻ. സഞ്ജു കഴിഞ്ഞ T20യിൽ അടുപ്പിച്ച് 2 തവണ ഡെക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സഞ്ജുവിനെ ഇനി വിളിക്കില്ലെന്ന റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഗൗതം ഗംഭീർ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. സഞ്ജു മാത്രമല്ല സൂര്യകുമാർ അടക്കം മുൻപ് ഇതുപോലെ ഡെക്കായിട്ടുണ്ട്. ഡെക്കായെന്ന് വെച്ച് മികച്ച പ്രതിഭയുള്ള താരങ്ങളെ ഒഴിവാക്കില്ല. അതാണ് ഗൗതം ഗംഭീറിന്റെ പദ്ധതി. കോച്ച് ദ്രാവിഡ് ആണെങ്കിൽ പിന്നെ സഞ്ജുവിനെ ഒരു കാലത്തും ഇന്ത്യൻ ടീമിൽ അവസരം കിട്ടിയിരുന്നില്ല. ദ്രാവിഡ് എപ്പോഴും പ്ലേയിങ് 11ൽ ഋഷഭ് പന്തിനെയാണ് കളിപ്പിക്കാറ്. എന്നാൽ ഗംഭീർ അങ്ങനെയല്ല, പന്തിനെ മാറ്റി സഞ്ജുവിനെ അവസരം കൊടുത്തു. ഇനിയും സഞ്ജുവിനെ അവസരം കൊടുക്കാൻ തന്നെയാണ് ഗംഭീറിന്റെ പദ്ധതി. ബംഗ്ലാദേശിനെതിരെയുള്ള T20യിൽ സഞ്ജു കളിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. 3 T20യാണ് ബംഗ്ലാദേശുമായിട്ട് കളിക്കുന്നത്. അതുമാത്രമല്ല ടെസ്റ്റും കളിക്കുന്നുണ്ട്. മത്സരങ്ങൾ ഇന്ത്യയിലായതുകൊണ്ട് സഞ്ജു ഫോം ആകുമെന്നത് ഉറപ്പാണ്. ഒരു പക്ഷേ സഞ്ജുവിന്റെ സെഞ്ചുറി വരെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.